9ാം ക്ലാസ്സിന്റെ 8ാമത്തെ ചാപ്റ്ററായ സർക്കിൾ മെഷേഴ്സ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സർക്കിളിന്റെ പെരിമീറ്ററും ഏരിയയുമാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ. സർക്കിളിന്റെ പെരിമീറ്ററിനെ സർക്കംഫറൻസ് എന്നാണ് പറയുന്നത്. അതായത് സർക്കിളിന്റെ ചുറ്റളവിനെ പറയുന്ന പേരാണ് സർക്കംഫറൻസ്. സർക്കിളിന്റെ ഡയമീറ്റർ ഇൻക്രീസ് ആവുന്നതിനനുസരിച്ച് സർക്കംഫറൻസും ഇൻക്രീസ് ആവുന്നുണ്ട്. വ്യാസം കൂടുന്നതിനനുസരിച്ച് വൃത്തത്തിന്റെ ചുറ്റളവും കൂടുന്നുണ്ട്. ഇവിടെ ഞാൻ 2 സർക്കിൾസ് വരച്ചിട്ടുണ്ട്. ആദ്യത്തെ സർക്കിളിന്റെ ഡയമീറ്റർ ഞാൻ D എന്ന് എടുക്കുവാണ്. ഇതിന്റെ സർക്കംഫറൻസിന് ഞാൻ C എന്ന് കൊടുക്കുവാണ്. രണ്ടാമത്തെ സർക്കിളിന്റെ ഡയമീറ്റർ 2D ആണ്. ആദ്യത്തെ സർക്കിളിന്റെ ഡയമീറ്ററിന്റെ ട്വൈസ്. ആദ്യത്തെ വൃത്തത്തിന്റെ വ്യാസത്തിന്റെ ഇരട്ടിയാണ് രണ്ടാമത്തെ വൃത്തത്തിന്റെ വ്യാസം. ആദ്യത്തെ സർക്കിളിന്റെ പെരിമീറ്റർ അല്ലെങ്കിൽ സർക്കംഫറൻസ് എന്തായിരുന്നു? C ആയിരുന്നു. സ്മോൾ C എന്നാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ സർക്കിളിന്റെ ചുറ്റളവ് അതായത് സർക്കംഫറൻസ് എന്തായിരിക്കും? 2C ആയിരിക്കും. വ്യാസം ഇരട്ടിയാവുമ്പം സർക്കംഫറൻസ് എന്താവുന്നുണ്ട്? ഇരട്ടിയാവുന്നുണ്ട്. ചുറ്റളവ് എന്താവുന്നുണ്ട്? ഇരട്ടിയാവുന്നുണ്ട്. അപ്പം വ്യാസം 3 മടങ്ങാവുന്നെങ്കിൽ സർക്കംഫറൻസ് എന്തായേനെ? 3 മടങ്ങായനെ. ഇവിടെ Cയും ഇവിടെ 3C ആയനെ. ഇവിടെ ഞാൻ വേറൊരു സർക്കിൾ വരച്ചിട്ടുണ്ട്. ഇതിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 4D. D എന്ന് പറയുന്ന ആദ്യ ചെറിയ സർക്കിളിന്റെ ഡയമീറ്റർ ആണ് D. അതിന്റെ 4 ടൈംസ് ആണ് ഇപ്പൊ വരച്ച സർക്കിളിന്റെ ഡയമീറ്റർ. അങ്ങനെ ആണെങ്കിൽ ഈ വലിയ സർക്കിളിന്റെ സർക്കംഫറൻസ് എന്തായിരിക്കും? 4C ആയിരിക്കും. ഡയമീറ്റർ കൂടുന്നതിനനുസരിച്ച് എന്തും കൂടും? സർക്കംഫറൻസും കൂടുന്നുണ്ട്. ദി സർക്കംഫറൻസ് ഓഫ് സർക്കിൾസ് ആർ സ്കെയിൽഡ് ബൈ ദി സെയിം ഫാക്ടർ ആസ് ദെയർ ഡയമീറ്റേഴ്സ്. ഒരു സർക്കിളിന്റെ ഡയമീറ്റർ കൂടിക്കഴിഞ്ഞാൽ സർക്കിളിന്റെ സർക്കംഫറൻസ് എന്താവും? കൂടും. ഡയമീറ്റർ 2 മടങ്ങാവുകയാണെങ്കിൽ സർക്കംഫറൻസ് എന്താവും? 2 മടങ്ങാകും. സർക്കിളിന്റെ വ്യാസം 4 മടങ്ങാവുകയാണെങ്കിൽ അതിന്റെ ചുറ്റളവ് എന്താവും? 4 മടങ്ങാകും. ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം നമുക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദി സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ ഓഫ് ഡയമീറ്റർ 2 meters ഈസ് മെഷേർഡ് ആൻഡ് ഫൗണ്ട് ടു ബി 6.28 meters. ഒരു വൃത്തത്തിന്റെ സർക്കംഫറൻസ് അതായത് ചുറ്റളവ് 6.28 meters. അതിന്റെ ഡയമീറ്റർ എന്താണ്? 2 meters. 2 meter ഡയമീറ്റർ ഉള്ള ഒരു സർക്കിളിന്റെ സർക്കംഫറൻസ് എന്താണ്? 6.28 meters ആണ്. 3 സബ് പാർട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഹൗ ഡു വി കമ്പ്യൂട്ട് ദി സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ ഓഫ് ഡയമീറ്റർ 4 meters വിത്തൗട്ട് ആക്ച്വലി മെഷറിംഗ് ഇറ്റ്? 2 meter ഡയമീറ്റർ ഉള്ള സർക്കിളിന്റെ സർക്കംഫറൻസ് നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് അടുത്ത് കണ്ടുപിടിക്കേണ്ട എന്താ? 4 meter ഡയമീറ്റർ ഉള്ളൊരു സർക്കിളിന്റെ സർക്കംഫറൻസ് എത്രയാണ്? നമ്മൾ അത് അളന്ന് നോക്കാതെ കണ്ടുപിടിക്കണം എന്നാ പറഞ്ഞേക്കുന്നത്. ആദ്യത്തെ സർക്കിളിന്റെ ഡയമീറ്റർ ഞാൻ D1 എന്ന് കൊടുക്കുക. എത്ര ആയിരുന്നു D1? 2 meters ആയിരുന്നു. ആദ്യത്തെ സർക്കംഫറൻസ് ഞാൻ C1 എന്ന് കൊടുക്കുന്നു. എത്ര ആയിരുന്നു? 6.28 ആയിരുന്നു. ഇവിടെ രണ്ടാമത്തെ സർക്കിളിന്റെ ഡയമീറ്റർ എത്രയാണ്? 4 meters ആണ്. ഇവിടെ ഡയമീറ്റർ എത്ര മടങ്ങായി? 2 മടങ്ങായില്ലേ? 2 × 2 അല്ലേ 4. അതെ, സർക്കംഫറൻസ് എത്ര ആവും? 2 മടങ്ങാകും. 6.28 × 2 ആയിരിക്കും ആൻസർ. (12.56 meters). അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് അബൌട്ട് ദി സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ ഓഫ് ഡയമീറ്റർ 1 meter? ഇവിടെ ഡയമീറ്റർ എത്രയാണ്? 1 meter ആണ്. ആദ്യത്തെ സർക്കിളിന്റെ ഡയമീറ്റർ എത്ര ആയിരുന്നു? 2 meter ആയിരുന്നു. അതിന്റെ നേരെ പകുതിയല്ലേ ഇപ്പോഴത്തെ സർക്കിളിന്റെ ഡയമീറ്റർ? അത് സർക്കംഫറൻസ് എന്തായിരിക്കും? പകുതിയായിരിക്കും. എന്നിട്ട് C3 എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം നമുക്ക്? 6.28 by 2 ആയിരിക്കും. ആൻസർ എന്ത് വരും? 3.14 meter. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ ഓഫ് ഡയമീറ്റർ 3 meter. സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ ഓഫ് ഡയമീറ്റർ 3 meter. ഡയമീറ്റർ 3 meter ഉള്ള സർക്കിളിന്റെ ചുറ്റളവ് എത്ര? ഈ ഡയമീറ്റർ എത്ര? 3 meters അല്ലേ? നമുക്ക് 1 meter ഡയമീറ്റർ ഉള്ള സർക്കിളിന്റെ സർക്കംഫറൻസ് അറിയാം. 3.14 അല്ലേ? 3 meter ആണെങ്കിൽ എത്ര ആയിരിക്കും? ഡയമീറ്റർ 3 meter ആകുമ്പോൾ 1 meter ആയിരുന്നപ്പം 3.14 ആയിരുന്നു. 3 meter ആകുമ്പോൾ എന്തായിരിക്കും? 3.14 × 3 ആയിരിക്കത്തില്ലേ? ആൻസർ എന്ത് വരും? 9.42 meter.
അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ പീസ് ഓഫ് വയർ ഈസ് ബെൻഡ് ഇൻ ടു എ സർക്കിൾ ഓഫ് ഡയമീറ്റർ 4 meters. ഇഫ് എ വയർ ഓഫ് ഹാഫ് ദി ലെങ്ത് ഈസ് ബെൻഡ് ഇൻ ടു എ സർക്കിൾ, വാട്ട് വുഡ് ബി ഇറ്റ്സ് ഡയമീറ്റർ? ഒരു വയർ ബെൻഡ് ചെയ്ത് എന്തുണ്ടാക്കി? ഒരു സർക്കിൾ ഉണ്ടാക്കി. ഈ സർക്കിളിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 4 meters ആണ്. ഈ ഒരു വയറും ഈ സർക്കിളും തമ്മിലുള്ള ബന്ധം എന്തായിരിക്കും? ഈ സർക്കിളിന്റെ സർക്കംഫറൻസും ഈ വയറിന്റെ ലെങ്ത്തും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും അല്ലെ? ഈ വയർ വളച്ചിട്ടല്ലേ നമ്മൾ ഈ ഒരു സർക്കിൾ ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നാൽ ഈ സർക്കിളിന്റെ ചുറ്റളവും ഈ വയറിന്റെ നീളവും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഈ വയറിന്റെ ഹാഫ് ലെങ്ത് ഉള്ള വയർ എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ വയറിന്റെ പകുതി എടുത്തിട്ട് അടുത്ത സർക്കിൾ ഉണ്ടാക്കിയേക്കുക. ഈ സർക്കിളിന്റെ ഡയമീറ്റർ എത്ര ആയിരിക്കും എന്നാണ് ഇവർ ചോദിച്ചേക്കുന്നത്. ആദ്യത്തെ സർക്കിളിന്റെ ഡയമീറ്റർ 4 meter ആയിരുന്നു. ആദ്യത്തെ സർക്കിളിന്റെ സർക്കംഫറൻസിനെ ഞാൻ C1 എന്ന് കൊടുക്കുക. രണ്ടാമത്തെ സർക്കിളിന്റെ സർക്കംഫറൻസ് എത്ര ആയിരിക്കും? എങ്ങനെ കണ്ടുപിടിക്കാം? ആദ്യത്തെ സർക്കിളിന്റെ സർക്കംഫറൻസ് എന്താണ്? ആദ്യത്തെ വയറിന്റെ ലെങ്ത് അല്ലേ? ആദ്യത്തെ വയറിന്റെ ലെങ്ത് ഞാൻ C1 എന്ന് കൊടുത്തു. രണ്ടാമത്തെ വയറിന്റെ ലെങ്ത് എത്രയാണ്? C1/2 അല്ലേ? കാരണം ആദ്യത്തെ പകുതി അല്ലേ രണ്ടാമത്തെ നീളം? C1/2. അത് രണ്ടാമത്തെ സർക്കിളിന്റെ സർക്കംഫറൻസ് എന്തായിരിക്കും? C1/2 ആയിരിക്കും. ആദ്യത്തെ സർക്കിളിന്റെ സർക്കംഫറൻസ് C1 ഉം രണ്ടാമത്തെ സർക്കിളിന്റെ സർക്കംഫറൻസ് C1/2 ആണ്. അങ്ങനെയാണ് ഡയമീറ്റർ എന്തായിരിക്കും? ഹാഫ് ആവത്തില്ലേ? ഡയമീറ്റർ ഇവിടെ 4 ആയിരുന്നു. 4ന്റെ പകുതി എത്രയാണ്? 2. രണ്ടാമത്തെ സർക്കിളിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 2 meters ആയിരിക്കും. എന്തുകൊണ്ടാണ് 2 meters ആയത്? സർക്കംഫറൻസ് എന്താവുന്നുണ്ട്? ഹാഫ് ആവുന്നുണ്ട്. അതിന് ഡയമീറ്റർ എന്താകും? ഹാഫ് ആകും. അന്നേരം 4 എന്താ? 4ന്റെ ഹാഫ് എന്തോ ആയി? 2 meters. നമ്മളൊരു ഇറാഷണൽ നമ്പർ പഠിക്കാൻ പോവാണ്. പൈ. ഇതാണ് പൈ. പൈയുടെ വാല്യൂ എന്ന് പറയുന്നത് 3.1416 എക്സെട്ര അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും പൈയുടെ വാല്യൂ. അത് നമ്മൾ പ്രോബ്ലത്തിനൊക്കെ യൂസ് ചെയ്യുന്നത് പൈ ഈക്വൽ ടു അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 3.14 ഇട്ടാണ് നമ്മൾ പ്രോബ്ലം ഒക്കെ ചെയ്യുന്നത്. നോക്കാം പൈയും സർക്കിളുമായിട്ട് എന്താണ് റിലേഷൻ എന്ന് നോക്കാം. The circumference of a circle is pi times its diameter. സർക്കിളിന്റെ സർക്കംഫറൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഇപ്പം C ഈക്വൽ ടു സർക്കംഫറൻസ് ഈക്വൽ ടു പൈ ടൈംസ് ഇറ്റ്സ് ഡയമീറ്റർ, അതായത് പൈ ഇൻറ്റു ഡി. ഡി ആണ് ഡയമീറ്റർ. ആരം എങ്ങനെ ചെയ്താൽ ഈ പൈ ഡി ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? സർക്കിളിന്റെ സർക്കംഫറൻസ് കിട്ടും. ഇപ്പോൾ ഒരു സർക്കിളിന്റെ ഡയമീറ്റർ 5 meter ആണെങ്കിൽ അതിന്റെ സർക്കംഫറൻസ് എന്തായിരിക്കും? പൈ ഇൻറ്റു 5. 5 പൈ സെന്റിമീറ്റർ ആയിരിക്കും അതിന്റെ സർക്കംഫറൻസ്. ഒരു സർക്കിളിന്റെ ഡയമീറ്റർ 2 meter ആണെങ്കിൽ എന്തായിരിക്കും അതിന്റെ സർക്കംഫറൻസ്? C ഈക്വൽ ടു പൈ ഇൻറ്റു ഡി അല്ലേ? പൈ ഇൻറ്റു 2 പൈ സെന്റിമീറ്റർ ആയിരിക്കും അതിന്റെ ഡയമീറ്റർ, സർക്കംഫറൻസ്. ഇനി നമുക്ക് സർക്കിളിന്റെ റേഡിയസ് തരുന്നെങ്കിൽ ദി സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ ഈസ് 2 pi ടൈംസ് ഇറ്റ്സ് റേഡിയസ്. എന്താണ്? സർക്കംഫറൻസ് ഈക്വൽ ടു 2 pi ഇൻറ്റു റേഡിയസ് ആയിരിക്കും. ഡയമീറ്റർ തരുന്നെങ്കിൽ ഏത് ഇക്വേഷനാ? പൈ ഇൻറ്റു ഡി. റേഡിയസ് തരുന്നെങ്കിൽ ഏത് ഇക്വേഷൻ ഇടണം? 2 pi ഇൻറ്റു ആർ, അതായത് 2 pi r. ഒരു സർക്കിളിന്റെ റേഡിയസ് 3 centimeter ആണ്. അങ്ങനെയാണ് അതിൻ്റെ സർക്കംഫറൻസ് എന്തായിരിക്കും? 2 pi r അല്ലേ ഇക്വേഷൻ? 2 pi ഇൻറ്റു റേഡിയസ് എത്രയാണ്? 3. 2 pi ഇൻറ്റു 3 എത്ര വരും? 6 pi സെന്റിമീറ്റർ എന്ന് വരും അതിൻ്റെ സർക്കംഫറൻസ്. ക്വസ്റ്റ്യൻ കാൽക്കുലേറ്റ് ദി സർക്കംഫറൻസ് ഓഫ് ദി സർക്കിൾസ് ഷോൺ ബിലോ. താഴെ 3 സർക്കിൾസ് കൊടുത്തിട്ടുണ്ട്. ഈ സർക്കിൾസിന്റെ സർക്കംഫറൻസ് കണ്ടുപിടിക്കണം. സർക്കംഫറൻസ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഒന്നുകിൽ ഈ സർക്കിളിന്റെ റേഡിയസ് വേണം, അല്ലെങ്കിൽ ഡയമീറ്റർ വേണം. ഇവിടെ ആദ്യത്തെ ഫിഗറിൽ ഒരു റെഗുലർ ഹെക്സഗൺ ആണ് തന്നിരിക്കുന്നത് അല്ലേ? എല്ലാ സൈഡും ഈക്വൽ ആയിട്ടുള്ളൊരു ഹെക്സഗൺ ആണ് തന്നിട്ടുള്ളത്. ഹെക്സഗൺ എന്ന് വെച്ചാൽ 6 സൈഡുള്ള ക്ലോസ്ഡ് ഫിഗർ ആണ് ഹെക്സഗൺ, ഷഡ്ഭുജ. ഇതിന്റെ ഡയഗണൽസ് എല്ലാം ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇതായിരിക്കും സർക്കിളിന്റെ സെന്റർ. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കിട്ടുന്ന എന്തായിരിക്കും? ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയിരിക്കും. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആകുമ്പം ഇത് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണെങ്കിൽ ഇതിന്റെ സൈഡ്സ് എല്ലാം എന്ത് തന്നെ ആയിരിക്കും? 2 centimeter ആയിരിക്കത്തില്ലേ? ഈ സൈഡും 2 centimeter ആയിരിക്കത്തില്ലേ? അങ്ങനെയാണെങ്കിൽ സർക്കിളിന്റെ റേഡിയസ് എത്രയാണ്?
2 സെന്റിമീറ്റർ. റേഡിയസ് അറിയാമെങ്കിൽ ഇതിന്റെ സർക്കംഫറൻസ് കണ്ടുപിടിച്ചൂടെ? ഏത് ഇക്വേഷൻ ഇടണം? ഞാൻ C1 എന്ന് കൊടുക്കുവാണേ. 2πr അല്ലേ? ഇവിടെ r എത്രയാണ്? 2 ആണ്. 2π × 2 4π സെന്റിമീറ്റർ എന്ന് കിട്ടും. രണ്ടാമത്തെ സർക്കിളിനകത്ത് വരച്ചേക്കുന്ന എന്താ? ഒരു സ്ക്വയർ ആണ്. സ്ക്വയറിന്റെ സൈഡ് എത്രയാണ്? 2 സെന്റിമീറ്റർ. ഈ സൈഡും 2 സെന്റിമീറ്റർ ആയിരിക്കത്തില്ലേ? നമുക്ക് വേണ്ടത് ഇതാണ്. ഇതെന്താണ്? സർക്കിളിന്റെ ഡയമീറ്റർ ആണ് അല്ലേ? ഈ ഡയമീറ്റർ കണ്ടുപിടിക്കണം. നമ്മൾ എന്ത് ചെയ്യണം? ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ അല്ലേ? പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്തൂടെ? ഹൈപ്പോടെന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഈ ഹൈപ്പോടെന്യൂസ് എന്ന് പറയുന്നത് എന്താണ്? സർക്കിളിന്റെ ഡയമീറ്റർ അല്ലേ? അതെ, D = റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അതായത് 2 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ എന്ന് കിട്ടും. ഈക്വൽ ടു റൂട്ട് ഓഫ് 4 + 4 റൂട്ട് 8 എന്ന് വരും. റൂട്ട് 8നെ നമുക്ക് എങ്ങനെ എഴുതാം? റൂട്ട് ഓഫ് 4 × 2 എന്ന് എഴുതിക്കൂടെ? അതായത് 2 √ 2 എന്ന് എഴുതിക്കൂടെ? 2 √ 2 സെന്റിമീറ്റർ ആണ് ഈ ഒരു സർക്കിളിന്റെ ഡയമീറ്റർ. ഇത് നിങ്ങൾ ഇറാഷണൽ മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ള ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. C2 എന്ന് കൊടുക്കുക. ഇവിടെ നമുക്ക് ഡയമീറ്റർ അല്ലേ ഉള്ളതെന്ന് π × d എന്നുള്ള ഇക്വേഷൻ ഇട്ട് ചെയ്തുകൂടെ? എത്രയാണ് ഡയമീറ്റർ? 2 √ 2 ആണ് ഡയമീറ്റർ. ആൻസർ എന്ത് വരും? 2 √ 2π സെന്റിമീറ്റർ ആണ് രണ്ടാമത്തെ സർക്കിളിന്റെ സർക്കംഫറൻസ്. മൂന്നാമത്തെ സർക്കിളിന്റെ സർക്കംഫറൻസ് കണ്ടുപിടിക്കണം. ഇവിടെ എന്താണ്? ഈ വരച്ചേക്കുന്ന ഈ റെക്റ്റാങ്കിളിന്റെ ഡയഗണൽ എന്ന് പറയുന്നത് ഈ സർക്കിളിന്റെ ഡയമീറ്റർ അല്ലേ? ഇവിടെ നമുക്ക് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്ത് കൊടുത്താൽ പോരെ? ഹൈപ്പോടെന്യൂസ് അല്ലേ? ഹൈപ്പോടെന്യൂസ് എന്താണ്? സർക്കിളിന്റെ ഡയമീറ്റർ ആണ്. D = റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അതായത് 2 സ്ക്വയർ പ്ലസ് 1.5 ദി ഹോൾ സ്ക്വയർ. എന്തൊരു? D = 2 സ്ക്വയർ എത്രയാണ്? 4 ആണ്. 1.5ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 2.25 ആണ്. നമുക്ക് റൂട്ട് ഓഫ് 6.25 എന്ന് കിട്ടും. 6.25 എന്ന് പറയുന്നത് 2.5ന്റെ സ്ക്വയർ ആണ്. അന്നേരം സ്ക്വയർ റൂട്ട് ഓഫ് 6.25 എന്തായിരിക്കും? 2.5 സെന്റിമീറ്റർ എന്ന് കിട്ടി. അതായത് ഇവിടുത്തെ ഡയമീറ്റർ, ഈ സർക്കിളിന്റെ ഡയമീറ്റർ എത്രയാണ്? 2.5 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണ് ഇതിന്റെ സർക്കംഫറൻസ് എത്ര? C3 എന്ന് കൊടുക്കാമല്ലോ. C3 = π × d ആണല്ലോ. അതായത് π × 2.5 എന്ത് കിട്ടും? 2.5 π സെന്റിമീറ്റർ.